ആകാശേ, ഈ രാത്രി നീ അങ്ങോട്ടാ? ബോട്ട് ഇട്ടിക്കണോ? അല്ല, പൂക്കടയിലേക്കാ. ആലപ്പുഴയിൽ നിന്ന് രാത്രി ബോട്ടിന് പൂ എത്തി കാണും. നാളത്തേക്ക് പൂ അധികം വേണ്ടി വരും. ഇന്ന് കെട്ടിയതെല്ലാം വാടി കാണും. നാളെ റിസപ്ഷൻ അല്ലേ? അല്ല, കല്യാണ ചെക്കൻ എങ്ങോട്ടാ? മനസ്സിലായി, ഫ്രണ്ട്സിനെ കാണാനായിരിക്കും. നീ വണ്ടി എടുക്ക്. എനിക്കല്ലടാ ഫ്രണ്ട്സ്, ഉള്ളവരൊക്കെ ബാംഗ്ലൂരും കൊച്ചിയിലോ. അവരൊക്കെ കല്യാണത്തിനെത്തില്ലേ? ഇല്ലടാ, ഞാൻ അങ്ങനെ അധികം ആരെയും വിളിച്ചിട്ടൊന്നുമില്ല. നീ വണ്ടി എടുക്ക്. കേറ്, പോവാം. പോട്ടെ. എടാ, ഞാൻ അങ്ങോട്ട് വരുന്നത്, നീ പൊക്കോ. പിന്നെ തന്നെ ചാടിക്കറി പുറകിലിരുന്ന് ജെട്ടിയില പോകണ്ടെങ്കിൽ ഞാൻ അവിടെ ഇറക്കാം. പൂ വാങ്ങി വരുമ്പോ ഞാൻ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. കേറ്. വേണ്ട, ഇവിടെ മതി. അവിടെ വീടിനൊറ്റ ആളുകളല്ലേ. ഒന്ന് സിഗരറ്റ് വിളിക്കണമെങ്കിൽ എത്ര പേരെ പേടിക്കണം? മനുഷ്യനൊരു ഫ്രീഡം ഇല്ല. പോരെങ്കിൽ ആ പാറും കുറെ ഫ്രണ്ട്സും ശല്യം. ആ ജോബി ഇന്ന് വരുമെന്ന് പറഞ്ഞതാ, അവനെയും കണ്ടില്ല. നീ പോയിട്ട് വാ. ചേട്ടാ, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഓ, ഹെൽത്തൊക്കെ നീ നോക്കിയാ മതി. പൊക്കോ. ഞാൻ പോയേക്കാം. ശരി, പൊക്കോ. ഓക്കെ. രുദ്രൻ അവൻ ഇവിടെ നിന്ന് പോയിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ആ ബാബുക്കുട്ടനോടൊന്ന് സംസാരിക്കാൻ. അവര് തമ്മിൽ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. പാറുവിനോട് പുറത്തേക്കൊന്നും ഇറങ്ങണ്ടെന്ന് പറയണേ. ഞാനിപ്പോ അങ്ങോട്ട് വരാം. അതൊക്കെ ഞങ്ങൾ നോക്കിയോളാം. ശരി, ഏതായാലും നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവണം. ഞാൻ മാക്സിമം ഒരു അരമണിക്കൂറിലെത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും മേടിക്കണോ? ഒന്നും വേണ്ട, നീ വേഗം വന്നാൽ മതി. ഓക്കെ. ഞാനാകെ പ്രാന്തെടുത്ത് നിൽക്കുക. ചെന്ന് രണ്ടെണ്ണം കീറാതെ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. സാധനം കാറിലുണ്ട്. എന്താ വേണോ? ഇവിടെ വെച്ചുണ്ട. അതിനു മുമ്പ് ഒന്ന് രണ്ടുപേരെ കണ്ട് സംസാരിക്കാനുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മ വേണം. ഈ വള്ളം കളി കഴിഞ്ഞിട്ട് പോവാനെന്ന് ഞാൻ എന്നെ ഇവിടെ പിടിച്ചിരുത്തിയത് ആ പാറുവിന്റെ സാന്നിധ്യം കൊണ്ടാ. പലതവണ വഴുതിപ്പോയവളാ. ഇവിടെയാവുമ്പോ എന്നെ ആരും അറിയില്ല. വേറൊന്നും ചെയ്യണ്ട. അവളെ ഒറ്റയ്ക്ക് കിട്ടാൻ ഒരു സറൗണ്ടിങ് ഒത്തു കിട്ടണം. നിനക്കൊരു ദോഷവും വരില്ല. അല്ല, മറ്റവളെ നിങ്ങൾ കൊണ്ടുപോകുമ്പോ വേണ്ട സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യാന്ന്. ശരി, രുദ്രൻ ചെല്ല്. എനിക്കിവിടെ കുറച്ച് ജോലി ബാക്കിയുണ്ട്. ശാന്തപ്പനും കുഞ്ഞുമോളും അസ്ത്രം വിട്ടാണൊക്കെ പോന്നാണ്ടല്ലോ. ഇപ്പോ അവനും ആ ആകാശം നമ്മൾ സംസാരിക്കുന്നുണ്ടാ പോയത്. അത് ഞാൻ കണ്ട്. അവനൊക്കെ ഉള്ളത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. രുദ്രൻ വെക്കോ, എനിക്കൊരാളെ കാണാനുണ്ട്. അപ്പൊ കാണാം. വണ്ടി എടുക്കടാ. ദേ, അയാൾ അവിടെ നിൽപ്പുണ്ട്. ഞാനോട് വരണോ? വേണ്ട വേണ്ട, നീ ഇവിടുന്ന് ആരെങ്കിലും വരുന്നോ നോക്കിയാ മതി. ആകാശിന്റെ കൂടെ ഞാൻ കയറിപ്പോയത് അമ്മയെ കാണാതിരിക്കാനാ. മനഃപൂർവ്വം അമ്മയെ പാസ് ചെയ്യുന്നവരെ ഓരോന്ന് പറഞ്ഞ് അവന്റെ ശ്രദ്ധ മാറ്റിക്കൊണ്ടിരുന്നു. അമ്മ ചെല്ല്. എന്താ അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞേ? പറ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോണിൽ പറഞ്ഞാ പോരെ? ഫോണിൽ പറയേണ്ട കാര്യമല്ല. നിങ്ങക്ക് എന്തിന്റെ സൂക്കേടാ? എന്ത്? ശാന്തപ്പ മാമൻ ഒരുവിധം എല്ലാം ഒതുക്കി കത്തിക്കേറിയ സമയത്താ നിങ്ങൾ മാമനെ വലിച്ച് താഴേക്കിട്ടത്. നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോ ഈ വക പരിപാടി ഉണ്ടല്ലോ, അത് നല്ലതല്ല. അത് പറയാനാ. എനിക്കും അതാ പറയാനുള്ളത്. കൂടെ നിന്ന് കുതികാല് വെട്ടിയത് ഞാനല്ല.
നിന്റെ സ്വന്തം അപ്പച്ചയും ചിറ്റപ്പനും തന്നെയാ. കൊറേ നാളായി എനിക്കിത് തോന്നി തുടങ്ങിയിട്ട്. എന്ത്? ഈ കുതികാല് വിട്ട് തന്നെ. മനസ്സിലായില്ലേ? എടാ, നീ ആ ശാന്തപ്പൻ എന്തൊക്കെ ചെയ്തു കൊടുത്തു? അവന്റെ കടം മുഴുവൻ വീട്ടി. തെണ്ടിത്തിരിഞ്ഞ് നടന്ന് അവന് സ്വന്തമായിട്ട് ഷാപ്പ് ഉണ്ടാക്കി കൊടുത്തു. വെറും ശാന്തപ്പനെ ശാന്തപ്പ മുതലാളിയാക്കി. ആണേ. ഉം. പിന്നെ ഒന്നും കാണാതല്ല നീ ഇതൊക്കെ ചെയ്തോന്നൊക്കെ എനിക്കറിയാം. ആ ചാരുവിനെ കാണിച്ച് നിന്നെ ആ മാതൃകാ ദമ്പതികൾ കുഴിയിലിറക്കിയിരിക്ക. എടാ, അത് നിനക്ക് ഇനി മനസ്സിലായിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്ക്. പക്ഷെ ആ 50 പവനുണ്ടല്ലോ, അതൊരിത്തിരി കടന്ന കൈയായി പോയി. കൊണ്ടുപോയി തിന്നട്ടെ ആർത്തി പണ്ടാരങ്ങള്. ഞാൻ അയാളൊന്ന് അയച്ചു വിട്ട് തന്നേ. ഏതുവരെ പോകുന്നു നോക്കണമല്ലോ. ഇത് കുട്ടനാടല്ലേ? എല്ലാം കുഴിയും കായലുവാ. ഞാൻ പയറ്റി തെളിഞ്ഞതേ അങ്ങ് ഹൈ റേഞ്ചിലാ. അവിടെ ചിലപ്പോ ഉരുളുപൊട്ടലുണ്ടാവും. കുത്തിപ്പൊക്കിയതും കൂട്ടി വെച്ചതുമൊക്കെ ആ മലവെള്ളത്തിന്റെ ഒരു പാച്ചിലുണ്ട്. അതുപോലെ ഈ ബാബുക്കുട്ടൻ എല്ലാം വിട്ടുകൊടുക്കും. ഈ പിള്ളേരുടെ കൈ കളിപ്പാട്ടം വെച്ചു കൊടുക്കുന്ന പോലെ എല്ലാം സ്വന്തമാണെന്ന് വിചാരിക്കും. പക്ഷേ എല്ലാം എന്റെ കൈ തന്നെ വന്നു ചേരും. അതിപ്പോ പെണ്ണായാലും പൊന്നായാലും ലേലം കൊണ്ട ഷാപ്പായാലും. മനസ്സിലായോ അമ്മായിക്ക്? മനസ്സിലായി. ഞാനേ ഒരു വമ്പൻ സ്രാവിന്റെ ബിനാമിയാ. ബിനാമിയുടെ ബിനാമി എന്ന് പറഞ്ഞാ അമ്മായിക്ക് മനസ്സിലാവില്ല. ഈ മുംബൈയിലേക്ക് വമ്പൻ മുതലാളിമാര്, അവിടുത്തെ മാഫിയ തലവന്മാര് വരെ കുത്തിനു പിടിച്ച് ചോര തപ്പിച്ചവനാ ഈ ഭുവനചന്ദ്രൻ. പേടിക്കണ്ട, അത് മറ്റാരുമല്ല, എന്റെ മുംബൈയിലെ വിളിപ്പേരാ. ഈ കുട്ടനാട്ടിലെ ഞാൻ ബാബുക്കുട്ടൻ. മട്ടാഞ്ചേരി എത്തുമ്പോ ഭുവൻജിയാവും. അല്ല, ഇതൊക്കെ അമ്മായിയോട് പറയുന്നത് എന്തിനാന്ന് അമ്മായി ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ഈ ബാലമാഷേ എന്റെ മുമ്പിൽ ഒന്നുമല്ല. കുറച്ചൊക്കെ ഞാൻ വിട്ടുകൊടുക്കുന്ന അമ്മായി. ഒരു പെണ്ണിനെ ഞാൻ സ്കെച്ചിട്ട അവള് പിന്നെ വലയെ കുടുങ്ങിയ ചെമ്പല്ലിയ. ഇത്തിരി ചീറുന്നതും ചെറുക്കുന്നതും ഒക്കെ നല്ലതാ. ആ ഏറ് കൊള്ളാൻ ഒരു രസ അല്ലേ? ഇന്ന് രാത്രി അവള് സ്വസ്ഥമായി ഉറങ്ങിക്കോട്ടെ. ബാലമാഷ് ഉറങ്ങട്ടെ, എല്ലാരും ഉറങ്ങട്ടെ. അതെ, എന്നോട് ദേഷ്യമില്ലല്ലോ? ദേഷ്യോ? എന്തിന്? അല്ല, ദേഷ്യം വരും. ഇപ്പഴല്ല, ആ ഇരുട്ടത്തോട്ട് മാറ്റി ചേർക്കണില്ലേ? സമയത്തിന് കളം മാറ്റി ചവിട്ടിക്കഴിഞ്ഞ അപ്പ ബാബുക്കുട്ടന് ദേഷ്യം വരും. ദേഷ്യം വന്ന പിന്നെ ബാബുക്കുട്ടന് കണ്ണ് കാണും. സെന്റിമെന്റ്സും ഇല്ല, ഒന്നുമില്ല. അങ്ങനൊന്നും ദേഷ്യം വരത്തില്ല കേട്ടോ. പൊക്കും.